വോട്ടർ പട്ടിക തീവ്ര പരിശോധനയിൽ കേരളത്തിന്റെ ഹർജിയിൽ അടിയന്തര സ്റ്റേ ഇല്ല. ഹർജി ഡിസംബർ 2-ന് വീണ്ടും പരിഗണിക്കും. തിങ്കളാഴ്ചയ്ക്കകം തൽസ്ഥിതി റിപ്പോർട്ട് നൽകാൻ കമ്മീഷനോട് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. കേരളത്തിൽ SIRന് തടസ്സങ്ങളില്ലെന്ന് കമ്മീഷൻ പറഞ്ഞു. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഹർജികളിലെ വസ്തുതകൾ വ്യത്യസ്തമാണെന്ന് ചീഫ് ജസ്റ്റിസ് നിരീക്ഷിച്ചു. അരവിന്ദ് ഉണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി. അരവിന്ദ്, അടിയന്തര സ്റ്റേ നൽകാൻ സുപ്രീം കോടതി വിസമ്മതിച്ചെങ്കിലും തൽസ്ഥിതി റിപ്പോർട്ട് ആരാഞ്ഞ നടപടി എത്രത്തോളം പ്രതീക്ഷ നൽകുന്നു കേരളത്തിന്? കേരളത്തിലെ SIR നടപടികൾ ഇപ്പോൾ തുടരാമെന്ന് തന്നെയാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. കേരളത്തിന്റെ ഹർജികളിൽ ഇപ്പോൾ ഒരു സത്യവാങ്മൂലം സമർപ്പിക്കുവാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും അതുപോലെ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ സത്യവാങ്മൂലം സമർപ്പിക്കുമ്പോൾ തൽസ്ഥിതി റിപ്പോർട്ട് കൂടി സമർപ്പിക്കണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എത്രത്തോളം പുരോഗതി SIR അടക്കം നടപടികളടക്കം ഉണ്ടായെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ തൽസ്ഥിതി റിപ്പോർട്ട്. അപ്പോൾ ഇതടക്കം പരിശോധിച്ച ശേഷമായിരിക്കും ഒരു നിലപാട് സുപ്രീം കോടതി വ്യക്തമാക്കുക. ഇനി ഡിസംബർ 2, അതായത് ചൊവ്വാഴ്ചയാണ് ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുന്നത്. തിങ്കളാഴ്ചക്കകം ഈ വിഷയത്തിൽ സത്യവാങ്മൂലം സമർപ്പിക്കുവാനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും അതുപോലെ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും ഇപ്പോൾ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ കേരളത്തിന്റെ ഹർജികൾ പ്രത്യേകം പരിഗണിക്കുമെന്നതാണ് സുപ്രീം കോടതി അറിയിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ബെഞ്ച് ആരംഭിച്ചപ്പോൾ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ SIRനെതിരെയുള്ള ഹർജികൾ കോടതിക്ക് മുൻപാകെ പരാമർശിക്കുകയായിരുന്നു. പുതുച്ചേരി, അതുപോലെ തന്നെ തമിഴ്നാട്, കേരളം അടക്കമുള്ളവ ഉന്നയിച്ചിരുന്നു. എന്തായാലും തമിഴ്നാടിന്റെ ഹർജികൾ പരിഗണിച്ചപ്പോൾ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും സാഹചര്യം വ്യത്യസ്തമാണെന്നതാണ് സുപ്രീം കോടതി ഇന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കാരണം കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ ആണ് കേരളത്തിന്റെ ഹർജികൾ എത്തുന്നതെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചു. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് കോടതിയിൽ വ്യക്തമാക്കിയത് SIR നടപടികൾ കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെയാണ്. സുഗമമായി തന്നെ ഈ നടപടികൾ മുന്നോട്ട് പോകുന്നു. 90% ഫോമിന്റെ വിതരണം അടക്കം പൂർത്തിയായിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നു. അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളാണ് അനാവശ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. അതേസമയം കേരളം ഇന്ന് സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത് കേരളത്തിലെ സാഹചര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് പോലെയല്ല. കൃത്യമായി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കാരണം BLOമാരുടെ ആത്മഹത്യ അടക്കം ഇന്ന് ഹർജിക്കാർ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതോടൊപ്പം തന്നെ BLOമാർക്കെതിരെ ഉണ്ടാകുന്ന സമ്മർദ്ദവും കേരളം ഇന്ന് ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്തായാലും ഡിസംബർ 2-നാണ് ഈ ഹർജികൾ ഇനി സുപ്രീം കോടതി പരിഗണിക്കുക. ഡിസംബർ 1, അതായത് തിങ്കളാഴ്ചക്കകം സത്യവാങ്മൂലവും അതുപോലെ തന്നെ തൽസ്ഥിതി റിപ്പോർട്ടും സമർപ്പിക്കുവാൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും അതുപോലെ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അതിനുശേഷമായിരിക്കും ഒരു നിലപാട് കൃത്യമായി സുപ്രീം കോടതി ഈ വിഷയത്തിൽ വ്യക്തമാക്കുക. ശരി, അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്.